നോക്കൂ മനുജ, നരേന്ദ്രമോദി ഒരു ഉം, RSSന്റെ പ്രചാരകനാണ് ഇപ്പോഴും. ഉം, ഉം, RSS BJPക്ക് വിട്ടുകൊടുത്ത ഇപ്പോഴും RSSന്റെ പ്രചാരകനാണ് നരേന്ദ്രമോദി. മോഹൻ ഭഗവത് എന്ന് പറയുന്നത് RSSന്റെ സർസംഘചാലക്കാണ്, പരമോന്നത നേതാവ്. മോഹൻ ഭഗവതിന് നരേന്ദ്രമോദിയോട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇവർ ഉദ്ദേശിക്കുന്നവർ ഈ പറയുന്ന മാതിരി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഒരു മാറ്റർ ഓഫ് എ ഫോൺ കോൾ, അതിന്റെ ആവശ്യമില്ല. കാര്യം അവർ തമ്മിലുള്ള കെമിസ്ട്രി എന്താണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. കാര്യം രണ്ടുപേരും ഒരേ ഏജ് ഇതിലുള്ളവരാണ്, രണ്ടുപേരും ഗുജറാത്തിൽ പ്രവർത്തിച്ചവരാണ്. ഇദ്ദേഹം മോഹൻ ഭഗവത് ഗുജറാത്തിന്റെ പ്രാന്ത പ്രചാരകനായിരുന്നു. ഒരേ സ്ട്രീമിൽ ഒരേപോലെ വളർന്നു വന്ന അത്രമാത്രം വലിയ ഒരു കെമിസ്ട്രി ഷെയർ ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും. അപ്പം ഈ മാധ്യമങ്ങളും ഈ എതിരാളികളും ഒക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന്റെ കാരണം തന്നെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരുടെയൊക്കെ പ്രസ്ഥാനങ്ങളിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെയും അങ്ങനെ ആയിരിക്കും, അങ്ങനെയല്ലേ പറ്റൂ, നമ്മളൊക്കെ ഇതത്ര കണ്ടതാണ് എന്നുള്ള മട്ടിലാണ് ഇവർ ഇതൊക്കെ വ്യാഖ്യാനിക്കും. നരേന്ദ്രമോദിയോടും മോഹൻ ഭഗവതിന് സംസാരിക്കണമെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ അവർക്ക് സംസാരിക്കാനുള്ള എല്ലാ ചാനലുകളും ഉണ്ട് എപ്പോഴും. പിന്നെ ഈ പറഞ്ഞ 75 വയസ്സിന്റെ കാര്യം, നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ജനറൽ ആയിട്ട് പൊതുവെ സംഘപരിവാറിൽ ഈ ഒരു 75 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുന്ന ഒരു രീതി ഉണ്ട്. അതായത് എല്ലായിടമൊന്നുമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഉദാഹരണങ്ങൾ അതിന്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് നോം ഒന്നും അല്ല. അത് എസ്റ്റാബ്ലിഷ് സ്വാഭാവികമായിട്ട് 75 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മനസ്സിന്റെ, അതായത് അതുവരെ വർക്ക് ആ ഫുൾ എഫേർട്ടിൽ വർക്ക് ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നിന്ന് ശരീരത്തിനും മനസ്സിനും ഒക്കെ മാറ്റം വരും. അപ്പോൾ അങ്ങനെ നടക്കുന്നതാണ്. അല്ലാതെ 75 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന് രാമനാമം ജപിച്ചോണം എന്ന ആ ഒരു സിസ്റ്റം ഒന്നും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ചില ഉദാഹരണങ്ങൾ